ആണ് പി വി അൻവർ DMK-യിലേക്ക് എന്ന സൂചനകൾ എത്തുന്നു. ചെന്നൈയിലെത്തിയ പി വി അൻവർ മുതിർന്ന DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് വിവരം. പി വി അൻവറിന്റെ അനുയായികൾ MK സ്റ്റാലിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് ഈ നീക്കം ഏറ്റവും നിർണായകമാകുന്നതും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പുകിലുകളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഏത് നീക്കവും വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഒപ്പം ഏത് മുന്നണിയിലേക്കാകും അൻവറിന്റെ ഒരു നീക്കം എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. ഇതിപ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലേക്കല്ല, ഇന്ത്യ മുന്നണിയിലേക്കാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത്? സ്മിത, പി വി അൻവറിൻ്റെ നീക്കങ്ങൾ എന്താണ് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് നാളെ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും, അത് മാറ്റിവെച്ചു എന്ന നിലയിലുള്ള പ്രചാരണം അത് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഫേസ്ബുക്കിലിട്ടത്. ഏതായാലും എന്താണ് പി വി അൻവർ ഇനി അടുത്ത നീക്കമായി ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിലുള്ള അവ്യക്തത തുടരുന്നു. പുതിയ പാർട്ടി എന്ന് ഒരേ സമയം അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മറുവശത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ DMK നേതാക്കളുമായൊക്കെ ചർച്ച നടത്തുന്നു. ഏതായാലും ഇതിൽ അദ്ദേഹം DMK-യിലേക്ക് ചേരുമോ എന്ന കാര്യത്തിലുള്ള അവ്യക്തതയൊക്കെ ഇപ്പോഴും തുടരുകയാണ്. DMK മുന്നണിയിൽ ചേരുക എന്നത് അപ്രായോഗികമാണ്. കാരണം അത് ഈ പി വി അൻവർ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി കേരളമായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. അതുകൊണ്ട് തന്നെ DMK മുന്നണി എന്നത് അപ്രസക്തമായ കാര്യമാണ്. ഒന്നുകിൽ പി വി അൻവറിന് DMK-യിൽ ചേരാം, അതല്ലെങ്കിൽ സ്വന്തമായൊരു പാർട്ടി രൂപീകരിച്ച് ഇന്ത്യ മുന്നണി, DMK ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാം. അതിന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വമടക്കം പച്ചക്കൊടി കാട്ടേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ നീക്കങ്ങൾ ഒരുപക്ഷേ ഈ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കാം എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയാകട്ടെ എന്നതാണോ ലക്ഷ്യം, അതോ DMK-യിലേക്ക് പി വി അൻവർ DMK-യുമായി കൈകോർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന കാര്യത്തിലുള്ള അവ്യക്തതയും ആകാംക്ഷയുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ളത്. നിലവിൽ കേരളത്തിൽ DMK-ക്ക് ഒരു ഘടകമുണ്ട്. പക്ഷേ അവർക്ക് ഈ നിയമസഭാ സീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് DMK എങ്കിലും കേരളത്തിൽ അത് ഇടതുമുന്നണിയുടെയോ അല്ലെങ്കിൽ UDF-ൻ്റെയോ ഭാഗമായല്ല. അവർക്ക് ആ നിലയിൽ ഏതെങ്കിലും സീറ്റുകൾ ഇരു മുന്നണികളും നീക്കിവെച്ചിട്ടുമില്ല. രണ്ട് പാർട്ടികളും, കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് മുന്നണികളും തമിഴ്നാട്ടിൽ DMK-ക്കൊപ്പമാണ്. പക്ഷേ അവർക്ക് കേരളത്തിൽ ആ നിലയിൽ DMK-ക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനമില്ല. പക്ഷേ പി വി അൻവറിനെ പോലുള്ള ഒരു നേതാവ് DMK-യുമായി കൈകോർക്കുകയാണെങ്കിൽ ഒരു DMK നേതൃത്വം തന്നെ കേരളത്തിൽ ആ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ DMK-യുടെ ഒരു മേൽനോട്ടവും ഒക്കെ ഉണ്ടാകും. ആ നിലയിൽ അദ്ദേഹം DMK-യുമായി കൈകോർക്കുമോ? പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളിൽ DMK-ക്കും അതിൻ്റെ നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ MK സ്റ്റാലിനുമൊക്കെ വലിയ സ്വാധീനമാണുള്ളത്. അത് UDF-മായി പി വി അൻവർ കൈകോർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ DMK വഴി, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ DMK നേതൃത്വം തന്നെ കോൺഗ്രസിനോട് ഈ സീറ്റ് ആവശ്യപ്പെടുന്നതിന്, നിലമ്പൂർ സീറ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും DMK മുന്നണിയുമായി പി വി അൻവറിൻ്റെ പാർട്ടി കൈകോർക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് അപ്രസക്തമായൊരു കാര്യമാണ്. DMK-യുമായി വേണമെങ്കിൽ സഹകരിക്കും എന്ന നിലയിലേക്ക് ഒരുപക്ഷെ പി വി അൻവർ മാറിയേക്കാം. അദ്ദേഹം നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന പാർട്ടി DMK-യുമായി സഹകരിക്കുമെന്നൊക്കെ പറഞ്ഞേക്കാം. അതിനുള്ള സാധ്യതകൾ ഏതായാലും രാഷ്ട്രീയ രംഗത്തുണ്ട്. പക്ഷേ DMK മുന്നണിയിൽ എന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ DMK-ക്കൊപ്പം കേരളത്തിൽ സഹകരിക്കുക എന്നത്, അല്ലെങ്കിൽ DMK-യുടെ ഭാഗമാവുക എന്നത്, അതല്ലെങ്കിൽ ഈ സ്വന്തം പാർട്ടി രൂപീകരണവുമായി തന്നെ മുന്നോട്ട് പോവുക എന്നത്, അതിൻ്റെ ഭാഗമായി ചില പ്രധാനപ്പെട്ട നേതാക്കളെ കാണുക എന്നത്, ഇതിലേതെങ്കിലും ആയിരിക്കും പി വി അൻവർ ലക്ഷ്യമിടുന്നത്. അദ്ദേഹം ഇനിയും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. സ്മിത, ദിലീപ്, ഇതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ആ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ ജയലളിതയുടെ പാർട്ടി നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും ശക്തമായി തന്നെ ആ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നേതാക്കളൊക്കെ തന്നെ വാത്തുരുത്തി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി കൊണ്ടുപോയിരുന്നു. ആ രീതിയിലൊരു പ്രവർത്തനം ഇപ്പോൾ DMK-യുമായി സഹകരിച്ച് എന്ന് പറയുമ്പോൾ അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുന്നു പുതുതായി, അത് DMK-യുമായി സഹകരിച്ച് പോകുന്നു എന്നുള്ളതാണോ, അതോ ഈ പാർട്ടിയുടെ ഒരു ഘടകമായി തന്നെ ഒരു പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുമോ? അതിൻ്റെ ഒരു സാങ്കേതിക വശം കൂടെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. സ്മിത, അത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ DMK മുന്നണിയിൽ ഒരു കക്ഷിയാവുക എന്നത്, DMK മുന്നണി എന്നത് തമിഴ്നാട്ടിലെ ഒരു ഔദ്യോഗികമായ മുന്നണിയാണ്. അതിൻ്റെ ഒരു
കക്ഷിയാവുക എന്നത് അത് അപ്രസക്തമായ കാര്യമാണ്. പക്ഷേ ഡി എം കെയുമായി സഹകരിക്കാം. ഇപ്പോൾ കേരളത്തിൽ ഡി എം കെക്ക് നേതാക്കളുണ്ട്. ആ പാർട്ടിയുമായി സഹകരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഏതു പാർട്ടിയുമായി വേണമെങ്കിലും പി വി അൻവറിന് സഹകരിക്കാവുന്നതാണ്. അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ചാൽ തന്നെ ഇത്തരം പാർട്ടികളുമായി സഹകരിക്കുന്നതിനൊന്നും തടസ്സമില്ല. പല പാർട്ടികളും ആ നിലയിലുള്ള സഹകരണമൊക്കെ ദേശീയ തലത്തിലുള്ള സഹകരണം ഉള്ള പാർട്ടികളുണ്ട്. സംസ്ഥാന തലത്തിൽ ആ നിലയിൽ സഹകരിക്കുന്ന പാർട്ടികളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പോലും കേരളത്തിൽ ആ നിലയിലൊക്കെ സഹകരിച്ചിട്ടുള്ള, നേരത്തെ NCP ഒരു ഘട്ടത്തിൽ BJPയുമായി അടുക്കുന്ന ഘട്ടമുണ്ടായപ്പോഴൊക്കെ ഈ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ അത് തുടർന്നിരുന്നു. വലിയ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോഴും വിമർശനം. സാങ്കേതികമായി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഒക്കെ ജനതാദൾ എസിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ ചിഹ്നത്തിൽ ജയിച്ചു വന്നവരാണ് അവർ. പക്ഷേ ഇപ്പോഴും ഇടതുമുന്നണിയിൽ തുടരുന്നു. ദേശീയ നേതൃത്വം BJPയുടെ ഭാഗമാണ്. അവരുടെ നേതാവ് JDSൻ്റെ നേതാവ് HD കുമാരസ്വാമി കേന്ദ്രമന്ത്രിയാണ്. അത്തരത്തിലൊക്കെയുള്ള ചില വിചിത്രമായ ബന്ധങ്ങൾ ഒക്കെ സംസ്ഥാനത്ത് അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ പി വി അൻവർ എന്തായിരിക്കും ലക്ഷ്യമിടുക? അത് DMKയുമായുള്ള സഹകരണമാണോ? അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയും DMKയുമായി സഹകരിക്കുന്നു എന്ന നിലയിലാണോ? അതോ DMK മുന്നണിയുടെ DMK എന്ന പാർട്ടിയുടെ ഭാഗമാവുക എന്നതാണോ പി വി അൻവർ ലക്ഷ്യമിടുന്നത്? അതുവഴി ഇന്ത്യ സഖ്യത്തിലേക്ക് പി വി അൻവർ എത്തുക, ഇന്ത്യ സഖ്യത്തിൻ്റെ അത് സംസ്ഥാനത്തെ ആ പാർട്ടികളുടെ ഭാഗമായി, ആ മുന്നണികളുടെ ഭാഗമായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണോ എന്ന കാര്യത്തിലുള്ള അവ്യക്തത തുടരുന്നു. പി വി അൻവറോ അല്ലെങ്കിൽ DMK നേതൃത്വവുമോ ആണ് ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ അറിയിക്കേണ്ടത്. സ്മിത. ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്.